തെറ്റിദ്ധരിക്കരുത് എന്ന ഫത്ഹുൽ മുഈനിലുള്ളത്. പൂച്ച ഒരു ചത്ത എലിയുമായി ഇങ്ങനെ പോയി, ആ പൂച്ച ആ എലി കഴിച്ച് കുറെ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പൂച്ച ഇങ്ങനെ വന്നു. അങ്ങനെ സിറ്റൗട്ടിലെ ഒരു ബക്കറ്റ് വെള്ളത്തിൽ തലട്ടാൽ അതുകൊണ്ട് ഉതുടുക്കാൻ പറ്റുന്നതാണ്. എന്ത്? ഈ പൂച്ച അപ്പുറത്ത് പോയി വായ ശുദ്ധിയാക്കി വന്ന് തലയിട്ടതായിരിക്കാം എന്ന് ഈ പൂച്ചയെ കുറിച്ച് നല്ല വിചാരമാണെന്നാണ്. പൂച്ചപ്പോ എലിനെ തിന്നാല് നാരങ്ങ സോഡ കുടിച്ചോ? ഫുൾചാർജ് സോഡ കുടിച്ചോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്? ഒരാൾ തെറ്റിദ്ധരിക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ഇങ്ങനെ ഊഹിക്കുക. അങ്ങനെ ഊഹിച്ചാൽ അത് അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയുമല്ല, എന്നിരുന്നാലും തന്നെയുമല്ല. ഇങ്ങനെ ആലോചിക്കും. എന്താലോചിക്കും? റബ്ബ് വരക്കും, നമ്മൾ നടക്കും. ഇതല്ലേ ദുന്യാവിൽ നടക്കണത്. റബ്ബ് വരക്കും, നമ്മൾ നടക്കും. അതേത് കാര്യം അങ്ങനെയാണ്, ഏത് വിഷയവും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം, ആ തീരുമാനത്തിനനുസരിച്ച് പടപ്പുകൾ നടക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു തീരുമാനം ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഅത് അലാ അൻ യൻഫഉക ലാ യൻഫഉക ഇല്ലാ ബിമാ കതബല്ലാഹു ലക്. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് 700 കോടിയിലധികം വരുന്ന ജനവിഭാഗങ്ങൾ നിനക്കൊരു ഗുണം ചെയ്യണം എന്ന് തീരുമാനിച്ചു. റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നടക്കൂല. വഅലം അന്നൽ ഉമ്മത ഖദ് ഇജ്തമഅത് അലാ അൻ യദുറുക ലാ യദുറുക ഇല്ലാ ബിമാ കതബല്ലാഹു ലക്. ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും നിന്നെ ദ്രോഹിക്കണം എന്ന് തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ ഒരു ചുക്കും നടക്കൂല.